രാജിക്ക് മുമ്പ് ജഗദീപ് ധൻഖർ രാഷ്ട്രപതി ഭവനിലെത്തി. അപ്രതീക്ഷിത സന്ദർശനത്തിന്റെ വിവരങ്ങൾ പുറത്ത്. പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ രാജ്യത്തെ അമ്പരപ്പിച്ച് രാജി പ്രഖ്യാപിച്ച ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ തീരുമാനം പ്രഖ്യാപിക്കും മുമ്പ് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി റിപ്പോർട്ട്. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് ജഗദീപ് ധൻഖർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുൻകൂട്ടി നിശ്ചയിക്കാത്ത കൂടിക്കാഴ്ചയായിരുന്നു ഇരുവരുടേതെന്നാണ് റിപ്പോർട്ട്. രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട് ജഗദീപ് ധൻഖർ രാജിക്കത്ത് കൈമാറുകയായിരുന്നു. അരമണിക്കൂറിനകം ഇതിന്റെ പകർപ്പ് സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുകയും ചെയ്തു. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് സ്ഥാനമൊഴിയുന്നത് എന്നായിരുന്നു രാജിയെക്കുറിച്ചുള്ള ധൻഖറിന്റെ വിശദീകരണം. ഭരണഘടനയുടെ 67A പ്രകാരമാണ് തന്റെ രാജിയെന്നും അഭിമാനത്തോടെയാണ് പടിയിറങ്ങുന്നതെന്നായിരുന്നു ജഗദീപ് ധൻഖർ കത്തിൽ പറഞ്ഞത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ എന്നിവരോട് കൃതജ്ഞത അർപ്പിക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. 74-കാരനായ ജഗദീപ് ധൻഖർ 2022 ഓഗസ്റ്റിലാണ് ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത്. 2027 വരെ അദ്ദേഹത്തിന് കാലാവധി ഉണ്ടായിരുന്നു. അതേസമയം ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിക്ക് പിന്നാലെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നടപടികൾ തുടങ്ങി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ധൻഖറിന്റെ രാജിയടക്കം വിഷയങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ചു. അവിശ്വാസത്തിലൂടെ പുറത്താക്കും മുമ്പുള്ള രക്ഷപ്പെടലായിരുന്നു ജഗദീപ് ധൻഖറിന്റെ രാജിയെന്ന് വ്യക്തമായതോടെ കേന്ദ്ര സർക്കാർ കടുത്ത പ്രതിസന്ധിയിലായി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് നടപടിയെ രാജ്യസഭയിൽ പിന്തുണയ്ക്കാനുള്ള നീക്കം നടത്തിയതാണ് ധൻഖറിനോട് സർക്കാർ ഇടയാൻ കാരണമായത്. ധൻഖറിന്റെ രാജി രാഷ്ട്രപതി സ്വീകരിച്ച് വിജ്ഞാപനം ഇറക്കിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ തുടങ്ങി. വോട്ടർ പട്ടിക ആദ്യം തയ്യാറാക്കും. ലോക്സഭയിലെയും രാജ്യസഭയിലെയും നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾക്കടക്കം വോട്ടവകാശമുണ്ടായിരിക്കും. റിട്ടേണിംഗ് ഓഫീസറെയും വൈകാതെ നിയമിക്കും. ഓഗസ്റ്റ് അവസാനത്തോടെ നടപടികൾ പൂർത്തിയായേക്കും. ധൻഖറിന്റെ രാജിയുടെ കാരണം തേടി ഇന്നും രാജ്യസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു.